സോൾട്ട് ആൻഡ് പെപ്പർ ബേസിക്കലി ഒരു ഫുഡ് ബേസ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സിനിമയല്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് വെച്ചിരുന്നത് പിസ്സയാണ് വെച്ചിരുന്നത്. അപ്പോൾ ലിജോയാണ് പറഞ്ഞത് ദോശ പോലെ എന്തെങ്കിലും ആണെങ്കിൽ എന്നാൽ ലുക്ക് ലൈക്ക് പിസ്സ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു ടോട്ടലി ഒരു ഫുഡി പടമായി മാറി. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് ആളുകൾ കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശന്നിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി എന്നാണ്. അപ്പോൾ അതൊരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാക്കി. അന്ന് എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടനായിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് പുള്ളിക്ക് എന്തോ തിരക്കോ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ലാലേട്ടനിലോട്ട് എത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ വെച്ച് ചെയ്ത പടം ഓടത്തില്ല, നിങ്ങൾ മമ്മൂക്കാനെ പോയി കാണുന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരാളാണ്, പ്രായമായെന്നും സോൾട്ട് ആൻഡ് പെപ്പർ താടിയുള്ള ആളാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാൾ മമ്മൂക്കായാണെന്ന് പറഞ്ഞാൽ കേരള ജനത സമ്മതിക്കില്ല. മെയിൻ ലീഡ് കൊമേഡിയൻ ആയിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് ഒരു ഹനുമാൻ ഭക്തനായ എന്നാൽ ഫുഡിയായ ഒരു കുക്കായിട്ടൊരാളെന്ന് പറയുമ്പോൾ ബാബു ചേട്ടനിലോട്ട് അങ്ങനെ വന്നതാണ്. എന്നാൽ മസിൽ വേണം. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളി ഒരു ദിവസം കഥ കേൾക്കാൻ വേണ്ടി ഫ്ലാറ്റിൽ വന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ പുള്ളി ഒരു ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പുള്ളി ആ റോളിലോട്ട് പുള്ളി തന്നെ കയറി അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ വേറൊരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതിനകത്ത് ചോദിക്കാൻ ഈ പോരുന്നോ എൻ്റെ കൂടെ, പോരുന്നോ എൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ആ പെണ്ണിനോട് ചോദിക്കേണ്ട ഡയലോഗ് സ്കിൻ മാറ്റിയിടാന്ന് പറയും. നമ്മളൊരു ഓപ്പോസിറ്റ് സ്കിന്നിലോട്ട് ഇട്ട് നോക്കിയാൽ ചിലപ്പം അത് വർക്കായി കിട്ടും. അപ്പോൾ ഇയാളോട് ചോദിക്കണമെങ്കിൽ അതേപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗ് ചോദിക്കണം.